ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പൊ എന്താ നോമ്പ് 5 ആവാനായി. നോമ്പൊക്കെ നോറ്റിട്ട് എല്ലാരും ക്ഷീണിച്ചിരിക്കും ആഷിക. അതന്നെ ഭയങ്കര ക്ഷീണുണ്ടായിരുന്നു. നല്ല ചൂടും നല്ല ഇതുണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നം. നമുക്ക് ഇങ്ങോട്ട് മഴ ഉണ്ടായിരുന്നു, നിങ്ങൾക്ക് അങ്ങോട്ട് മഴയൊക്കെ ഉണ്ടായിരുന്നു. എന്റെ വീട്ടിലെന്താ കറണ്ട് പോയിട്ട് എപ്പോഴാ വന്ന ആർക്കറിയാം. ഇടിയും നല്ല കുറച്ചു നേരത്തെ നല്ല മിന്നലും ഇടിയും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയിപ്പോ ഇതാന്ന് പറയുന്ന മാതിരി നോമ്പ് കഴിയും, പെരുന്നാളും. നോമ്പ് ഇപ്പൊ തന്നെ 5 ആയി. പിന്നെ നമ്മള് 4 അല്ലേ, 4 നാളെ 5 പറഞ്ഞേ. നാളെ 5 പറഞ്ഞേ. ഇല്ല, ഇന്ന് 4 നാളെ 5. അപ്പോ പിന്നെ നമ്മളിങ്ങനത്തെ ഇപ്പൊ ഒരു വീഡിയോ എടുക്കാനൊരു കാരണം കൂടി ഉണ്ട്. എല്ലാവർക്കും ഒരു ഉത്തരം കൂടിയാണ്. കാരണം കുറെ ആൾക്കാർ ചോദിച്ചല്ലോ, ഈ നമ്മൾ അറേഞ്ച്മെന്റ് സീരീസ് ചെയ്യുന്നില്ല ഇപ്പൊ, അത് എന്തുകൊണ്ടാണ് 1 മിനിറ്റ് എന്ന് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നു. അതേമാതിരി തന്നെ നമുക്ക് എന്താ കുറെ കമന്റ് വന്നു, ലെങ്ത് കൂട്ട് കുറെ കമന്റ്സ് ഉണ്ട്. അപ്പൊ ഞാൻ കുറച്ച് കമന്റ്സ് ഒക്കെ ഇല്ല നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അധികം വരുന്നത് എന്താ പറയാ, വീഡിയോ ലോങ് ആക്കിയിട്ടാണ്. അതുകൊണ്ട് കൂടിയാണ് ഈ ഒരു വീഡിയോ ഇട്ടത്. ഇത് എപ്പോഴാണ് തീരാ, കുറച്ച് ലെങ്ത് ആക്കി വീഡിയോസ് എല്ലാം ഒന്ന്. അപ്പോൾ എന്താ പറയുക, ലെങ്ത് ആക്കാത്ത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂട്യൂബിൽ ഞങ്ങൾക്ക് അറിയാമല്ലോ, നമ്മളിപ്പോൾ ചാനൽ തുടങ്ങിയ മുതൽ ഡെയിലി ഒരു വീഡിയോ നമ്മൾ 1 മിനിറ്റിന് ഷോർട്ട് ഇടാറുണ്ട്. അത് നമ്മളെ വീഡിയോ എന്താ ചാനൽ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും അല്ലേ. പിന്നെ അത് മാത്രമല്ല, നമുക്ക് യൂട്യൂബിൽ എപ്പോഴും 1 മിനിറ്റിനാണ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് പോകുന്ന സമയത്ത് കോപ്പിറൈറ്റ് ഇഷ്യൂസും അതേമാതിരി തന്നെ മ്യൂസിക് ഇല്ലാണ്ട് അങ്ങനെയൊക്കെ ആവും. അപ്പോൾ നമ്മളിത് ചാനൽ തുടങ്ങിയ മുതൽ തന്നെ എന്താ പറയുക, 1 മിനിറ്റ് വീഡിയോസാണ് അധികം ഷോർട്ടൊക്കെ ഫോക്കസ് ചെയ്യൽ. അപ്പോൾ നമ്മളെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം. അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മളെ ഈ പാട്ട് എന്താ പറയുക, അറേഞ്ച്മെന്റ് സീരീസ് ഒക്കെ 1 മിനിറ്റിൽ ഒതുക്കുന്നത്. ഒന്ന് കുറച്ചുകൂടെ ലോങ് ആക്കി വീഡിയോ, ഇത് കുറച്ച് കാണുമ്പോൾ അടുത്ത വീഡിയോ കാണാനുള്ളതാവുന്നൊക്കെ ഉദ്ദേശിച്ചത്. അതിപ്പോ നമ്മളെന്താ ചെയ്യുക, ഇത് ഇങ്ങനെ എന്താ പറയാ, നമുക്ക് എന്താ പറയാ സ്റ്റോറി ഇങ്ങനെ കൊണ്ടുപോകണ്ടേ. അത് മാത്രല്ല, ഒരു ദിവസം 2 വീഡിയോ എന്നൊക്കെ പറയുമ്പോ എത്രങ്ങാ ഷൂട്ട് ചെയ്യണം. എല്ലാരും നമ്മളിപ്പോ ഫുൾ കമന്റ് എടുത്തില്ല കേട്ടോ, കുറച്ച് കമന്റ്സ് മാത്രമേ എടുത്തുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഈ പാർട്ട് 1 മുതൽ എത്രയോ കമന്റ്സ് വന്നിട്ടുണ്ട് നമുക്ക്. അപ്പൊ നമ്മളതില് കുറച്ച് കമന്റ്സ് മാത്രം എടുത്തിട്ട് അധികം ആൾക്കാർ ലെങ്ത് കൂട്ടും. അതേപോലെ കുറെ ആൾക്കാർ ചോദിക്കുന്നുണ്ട് 2 വീഡിയോസ് വെച്ചിട്ട് ഡെയിലി ഇടാൻ പറ്റും. ഇത് ചില്ലറ പണിയല്ല, ഒരു വീഡിയോ തന്നെ എടുക്കുന്നത്. അതന്നെ, 2 വീഡിയോ ഒക്കെ പോസിബിൾ ആയ കാര്യമൊന്നുമല്ല. അതിന്റെ കൂടെ നമുക്ക് ബിസിനസ് നമ്മള് അതും കൊണ്ടുപോകുന്നുണ്ട് ലാഷിക്കാം. അപ്പൊ അതിന്റെ കൂടെ അത് എടുക്കണം, അതിന്റെ വീഡിയോ ഷൂട്ട്, എഡിറ്റ്, അപ്ലോഡ്. അതന്നെ, അപ്പൊ അതും അല്ലാണ്ട് നമുക്ക് വേറെയും കുറച്ച് ബിസി ഉണ്ട്. എന്താ പഠിച്ചോനെ, നെക്സ്റ്റ് പാർട്ട് കാണാനായിട്ട് എന്തോ ആവുന്ന. ഒരു ദിവസം 2 വീഡിയോ ചോദിച്ചിട്ട് വിടുന്നില്ല, വേറെ ഒന്നും ചോദിച്ചില്ലല്ലോ. ഒരു ദിവസം 2 ഇടോ അല്ലേ ചോദിച്ചേ. അതാ അപ്പൊ നമ്മൾ കമന്റ് ഇടാൻ പറ്റിയാ മതി. പക്ഷെ ഇവരിങ്ങനെ പറയും നമ്മള് വീഡിയോ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണെന്നുള്ളത്. അതാണ്. പിന്നെ നമ്മളിങ്ങനെ എഫേർട്ട് എടുത്ത് ഒരു സ്റ്റോറി ഇടുമ്പോൾ അത് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവില്ലേ. അല്ലെ നമ്മളെ സ്റ്റോറി ചില സമയത്ത് എന്താ പറയുക, നമ്മൾ ഒരു സാധനം ഇട്ടിട്ട് അത് റെഡി ആയില്ലെങ്കിലാണ് നമുക്ക് അതിനോട് പിന്നെ അടുത്ത പഠിക്കാൻ ഇൻട്രസ്റ്റ് പോവുക. പക്ഷെ അത് നമ്മുടെ സപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് ഇൻട്രസ്റ്റ് ആണ്. ലോങ് വീഡിയോ പ്ലീസ്, നല്ല ഇഷ്ടങ്ങളെ വീഡിയോ ഒക്കെ അടിപൊളിയാണ്. ഷോർട്ട് ആയതുകൊണ്ട് പെട്ടെന്ന് കഴിയാൻ കുറച്ച് ലോങ് വീഡിയോ പോസ്റ്റ് ആക്ക് നിങ്ങള്. ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ സെലക്ട് ചെയ്ത വീഡിയോസ് സെലക്ട് ചെയ്ത കമന്റ്സ് ഒക്കെ ഈ ഷോർട്ട് വീഡിയോസ് ഇടുന്നത് കുറച്ച് ലോങ് ആക്കുന്ന പറഞ്ഞത് കൊണ്ട് അതിന്റെ റീസൺസ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ദിവസം 2 വീഡിയോ ചോദിച്ചിട്ട് എന്താ വിടാത്തെ അത്ര ഇഷ്ടമായോണ്ടല്ലേ ചോദിക്കുന്നേ. എന്താ പറയുന്നൊക്കെ നമ്മള് സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചത് പേരില്ലാണ്ട് കേട്ടോ. ഇനിയിപ്പൊ നിങ്ങൾക്ക് പേര് കാണിക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല എന്നുള്ളത് കമന്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം മുതൽ വിത്ത് പേരില് കമന്റ് കാണിക്കുന്നതായിരിക്കും. പിന്നെ 2 ഇപ്പൊ എന്താ പറയാ, നിങ്ങൾ കാണുന്ന നമുക്ക് സന്തോഷം. ഈ 2 ഇടാച്ചിട്ട് നമ്മൾ അത്ര എഫർട്ട് എടുക്കണോ? കുറച്ച് ലോങ് വീഡിയോ ഇടൂ പ്ലീസ്. ഇതെന്താ ചെറിയ സെക്കൻഡ് കുറച്ച് ലോങ് വീഡിയോ എടുക്കുകയാണ്. അപ്പൊ ഓൾമോസ്റ്റ് എല്ലാവർക്കും ഉള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ 1 മിനിറ്റ് ആക്കുന്നതാണ്. 1 മിനിറ്റ് ആക്കുന്നതാണ് ഇപ്പൊ എല്ലാവർക്കും പ്രശ്നം. കമന്റ് കാണുന്നില്ലേ നിങ്ങൾ, വീഡിയോ എന്താ ഇങ്ങനെ ഷോർട്ട്? എത്ര ആൾക്കാർക്കാണ് പഠിച്ചൊരേ ഷോർട്ട് ആയതിന്റെ പരാതികള്. ഞാൻ വേറെ ഉണ്ട്, ഞാൻ ഇതാ മെയിനായിട്ട് എടുത്തത്. പക്ഷേ മെയിനായിട്ട് എല്ലാവർക്കും പ്രശ്നം നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ്. സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ് ഒക്കെ കാണുന്നത് കൊണ്ടല്ലേ നമ്മളിങ്ങനെ ഡെയിലി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ പാർട്ട് ഇറക്കുന്നതും നല്ല നല്ല വീഡിയോസ് ഇറക്കുന്നതൊക്കെ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി മാത്രമല്ല. എന്താ അതൊരാളി പാവം ആരോ എഴുതി ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയവർക്ക് അറിയാം. അത് പിടി, ഈ ഒരു അവസ്ഥയിൽ കൂടി കടന്നു പോയവർക്ക് അറിയാം അതിന്റെ വേദന. ഞാൻ അനുഭവിച്ചത് എൻ്റെ മാത്രമാണെന്ന് കരുതി എല്ലാ മാസം ഞാൻ ഭർത്താവ് കൂടെ പോയി താമസിച്ചു. ഞാൻ വെറുതെ ജീവിച്ചു. നേരിൽ കണ്ടപ്പോൾ ഉണ്ടായ വേദന ഉണ്ടല്ലോ, അത് മതി ഇങ്ങനെ
ഉള്ള പെണ്ണുങ്ങൾക്ക് മരണം വരെ അനുഭവിക്കാൻ. അതും നമുക്ക് പേഴ്സണലായിട്ട് വേറെ കാര്യമുണ്ട്. ഇങ്ങനത്തെ കുറേ മെസ്സേജ് തന്നിട്ട് അങ്ങനത്തെ കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ലൈഫിൽ ശരിക്കും ഇങ്ങനെ അനുഭവം ഉണ്ടാക്കിയിട്ടുള്ള നമ്മളിതാരും ലൈഫ് വെച്ചിട്ടൊന്നും എഴുതിയതോ അങ്ങനെയൊന്നുമല്ല. നമ്മളൊരു സ്റ്റോറി അങ്ങ് എഴുതിയെന്നുള്ളൂ. പക്ഷേ എന്താ പറയുക, കുറേ ആൾക്കാർ ഇന്നും ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ എന്താ പറയുക, അങ്ങനത്തെ കമൻറ്റ്സ് വരുമ്പോൾ നമുക്ക് കാണുമ്പോൾ വിഷമമാണ്. കാരണം നമ്മൾ അങ്ങനെ ഒരാളെയും ഒരു സ്റ്റോറി അങ്ങനെ നിർത്തി ചെയ്യുന്നില്ല, നമ്മളൊരു സീരിയസ് ഉണ്ടാക്കിയെന്നുള്ളൂ. ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ ചില മീൻസ് അങ്ങനെയുള്ള കേസുകളിൽ കുറെ ആൾക്കാർ ഞാനങ്ങനെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പറയുന്ന സമയത്ത് ആർക്കും ഉണ്ടാവാണ്ടിരിക്കട്ടെ. അങ്ങനെ ഇനിയുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്. ഞാൻ ഫുള്ള് എടുത്തിട്ടില്ല. ആരൊരാൾ ചോദിച്ചു ചന്ദനമയ സീരിയലാണോ 1000 എപ്പിസോഡ് ഉണ്ടാവുക, ഞാൻ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തില്ല എന്ന് തോന്നുന്നു. ഒരാളിനെ ചോദിച്ചിരുന്നു. പിന്നെ കുറച്ചൊക്കെ കമന്റ് ഇടത് സീരിയലാണോ 1000 എപ്പിസോഡ് ഉണ്ടാവോ എന്തെങ്കിലും കഴിയുമെന്ന്. അത് കാണുമ്പോൾ ഒരാളിലേക്ക് എത്തിക്കണമെങ്കിൽ നമുക്ക് കുറെ സംസാരിക്കേണ്ടി വരും. അതെ, ചിലപ്പോ ചില എപ്പിസോഡ് അല്ലെങ്കിൽ ചില പാട്ടിൽ ആൾക്കാർ പറയും ലാഗ് ആവുന്നുണ്ട്, ഇത് ലാഗ് ചില പാട്ടുകളിൽ. പക്ഷെ നമ്മളൊരു സ്റ്റോറി കൊണ്ടുപോകുമ്പോൾ നമുക്ക് എപ്പോഴും ഒരേമാതിരി കൊണ്ടുപോകാൻ പറ്റില്ല. ഈ കഥ ഇങ്ങനെ പോകണ്ടേ, എന്തായി. അപ്പോൾ കഥ നമുക്ക് കഥയും പോകണം. എന്തൊരു കൈകാന കഥയും പോകണം ലീബ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളെ എന്താ പറയുക അറേഞ്ച് മാരേജ് സീരീസിൻ്റെ ഒരു അവസ്ഥ. ഇങ്ങോട്ട് വരണമല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളെ ഈ സീരീസ് ഒന്നുമല്ല, നമ്മളെ പെണ്ണ് കാണൽ ഫസ്റ്റ് നമ്മൾ എടുക്കിയ സീരീസ് പെണ്ണ് കാണുന്ന സീരീസ് ആയിരുന്നു. അപ്പോൾ അതിന് നമുക്ക് വിചാരിക്കാത്തൊരു സപ്പോർട്ടായിരുന്നു കിട്ടിയത്. അതും നമ്മളോട് കുറേ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ റിയൽ സ്റ്റോറി ആണെന്നൊക്കെ. എന്താ പറയുക, അതിന് നമുക്ക് നല്ലൊരു സപ്പോർട്ടല്ലേ ഇപ്പോൾ കിട്ടിയത്. അങ്ങനെ നമ്മൾ ഇതിന് മുമ്പേ ഒരു 4-5 മാസം മുമ്പ് ഒരു അറേഞ്ച് മാരേജ് സീരീസ് എടുത്തിരുന്നു. അത് നമ്മൾ എന്താ പറയുക, ആ സമയത്ത് നമ്മൾ സീരിയസ് അങ്ങനെ എടുക്കില്ല, നമ്മൾ ഡെയിലി എടുക്കല്. അപ്പോൾ അതിനുശേഷം പെണ്ണുകാലിൽ എടുത്തു. പക്ഷേ പെണ്ണുകാലിൽ നമുക്ക് ഭയങ്കര സപ്പോർട്ടായിരുന്നു കിട്ടിയത്. ഇപ്പോൾ ഈ അറേഞ്ച് മാരേജിന് എന്താ പറയുക ഭയങ്കര സപ്പോർട്ടാണ് കിട്ടുന്നത്. നമുക്ക് പേഴ്സണലായിട്ട് കുറേ മെസ്സേജ് അയക്കലുണ്ട്, ഡെയിലി ഏരാമോ അല്ലെങ്കിൽ വെയിറ്റിംഗ് ആണെന്ന് പറയലുണ്ട്, പെട്ടെന്ന് തീർക്കരുതെന്ന് പറയുന്ന ആൾക്കാരുണ്ട്, പെട്ടെന്ന് തീർക്കണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. എന്തായാലും നിങ്ങൾ ഈ അറേഞ്ച് മാരേജ് സീരീസ് കഴിഞ്ഞാലും നമ്മൾ പുതിയ സീരീസ് ഒക്കെ ആയിട്ട് എന്തായാലും വരും. നമ്മളിങ്ങനെ വെളുപ്പിച്ചോണ്ട് നിൽക്കും. പിന്നെ എന്താ എല്ലാവരെയും എന്താ ഇപ്പം ചോദിക്കാനുള്ളത് റമദാനായിട്ട്? പുതിയ കളക്ഷൻസ് എല്ലാം ഇറക്കുന്നുണ്ട്. നമുക്ക് അതല്ലേ വിശേഷങ്ങൾ പറയാനുള്ളൂ. നമ്മളെ വിശേഷങ്ങൾ അതല്ലേ, നമ്മള് കുറെ പുതിയ കളക്ഷൻസ് എല്ലാം ഇറക്കുന്നുണ്ട്. പേജൊക്കെ ചെക്ക് ചെയ്യാം. പെരുന്നാളൊക്കെ ആണ്, പെരുന്നാളിനേക്ക് എല്ലാവരും വാങ്ങിക്കുക. കോടി ഇടണ്ടേ, പുതിയ കോടി. ഞാൻ ഒരു 5-6 എണ്ണൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അവള് നമുക്ക് ഈ ബിസിനസ് ഡ്രസ്സിൻ്റെ ആയത് കൊണ്ട് അവള് നനച്ചൂരിക്ക് ഡ്രസ്സ്, നോമ്പ് 5-നുള്ള ഡ്രസ്സ്, നോമ്പ് 10-നുള്ള ഡ്രസ്സ്. നല്ല നല്ല കളക്ഷൻസ് ആവുന്ന സമയത്ത് എന്താ പറയാ, ഇങ്ങനെ ഇത് ഞാൻ എടുക്കട്ടെ. ഇപ്പൊ എന്താക്കാനാ, എല്ലാം എടുക്കാൻ പറ്റൂലല്ലോ, ആശിക സമ്മതിക്കൂല. ബിസിനസ് സോറി, അതിനോട് മാത്രമേ ഞാൻ ഇങ്ങനെ പോകുന്നത്. അല്ലെങ്കിൽ മറ്റേ സെയിൽ ചെയ്യാനൊന്നും ഉണ്ടാവില്ല, ഒക്കെ അവളെ അൽമാരിൽ ഉണ്ടാവും. ശരിക്കും എനിക്ക് എല്ലാം ഇഷ്ടാവലുണ്ട്. ഡ്രസ്സല്ലേ, ഡ്രസ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. നിങ്ങളാണ്. പക്ഷെ നമുക്ക് ഷർട്ട് എടുത്തിട്ട് നമ്മളെ ഒരു കൊല്ലൊക്കെ വലിപ്പിക്കും. എന്താ ഇപ്പം നമുക്ക് നോമ്പ് സ്പെഷ്യൽ? നിങ്ങളെ വീട്ടിലൊക്കെ എന്താ നോമ്പ് സ്പെഷ്യൽ? കമന്റ് ഒക്കെ ചെയ്യട്ടോ. എന്തെങ്കിലും പുതിയ റെസിപ്പീസിന്റെ പുതിയ ഐറ്റംസിന്റെ റെസിപ്പീസ് എല്ലാം ഷെയർ ചെയ്യാം. നമുക്ക് അറിയാത്ത പേരൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യും. ഇന്നതാണ് നമ്മളെ നോമ്പ്. നല്ലതാണെങ്കിൽ വ്യൂസിന് കാണിച്ചു കൊടുക്കാലോ. അതന്നെ, നമുക്കും പറഞ്ഞത് നമുക്കും ചെയ്യാലോ അല്ലേ. ഇത്രയും വ്യൂസിനായിട്ട് നമ്മളെ കോഴിക്കോട് നമ്മളെ വീഡിയോസ് ആണെന്നൊക്കെ ചിലപ്പോൾ പല ജില്ലകളായിരിക്കും. അപ്പോൾ എല്ലായിടത്തും സ്പെഷ്യലൊക്കെ ഒന്ന് പറയാം. നമുക്ക് ഇവ ട്രൈ ചെയ്യും നോമ്പിന്. ഇവ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക ഓരോ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ കാത്തുക്ക ഇവിടെ അല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ഒരു വീഡിയോ എടുത്തത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അറേഞ്ച് മാരേജിൻ്റെ ഡൗട്ടുകൾ അല്ലെങ്കിൽ ലോങ് വീഡിയോ ചെയ്യുന്നില്ല ചോദിച്ചവർക്ക് വേണ്ടി ഒരു മറുപടി പെരുന്നാളായിട്ടും ഇൻഷാ അല്ലാ നമുക്ക് കുറച്ച് പ്ലാനൊക്കെ ചെയ്യണം അല്ലേ. പെരുന്നാൾ പ്ലാൻ ചെയ്യണ്ടേ എന്തെങ്കിലുമൊക്കെ, പെരുന്നാൾ വ്ളോഗ് കാര്യങ്ങളൊക്കെ അത് ഉദ്ദേശിച്ച്. അപ്പോൾ അത്രേ ഉള്ളൂ അല്ലേ. ബൈ.